I'm very happy to welcome Reverend Panir William, the chairman of Christian Center, and Reverend Father Augustine Moore, the Pakistan Catholic Church, Christian Church. I welcome them, both of them, and we are very happy they are being with us. Thank you very much. Thank you, sir. Once again, I welcome Reverend Augustine Moore, Vicar, Church of Pakistan, and Panir S. William, Reverend Panir S. Williams, Protestant Church of Oman. Thank you. ഇടവകയുടെ 50 വർഷത്തെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ആ നീണ്ട കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഇടവകയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ബിനു വർഗീസ് പറക്കോട്. ഗ്ലിംസസ് ഓഫ് 50 years presented by Mr. Binu Varghese Parakod, Honorable Secretary, St. Stephen's Orthodox Church, Salala. ഇടവക ചരിത്രം. നീതിമാനായ യോബിൻ്റെ ദേശത്തെ മലമേൽ പണിത പട്ടണം പോലെ ശോഭിക്കുന്ന സലാല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് സഭ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ഒരു വിദേശ രാജ്യത്ത് 50 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യങ്ങളെ വെല്ലുവിളിയായി സ്വീകരിച്ച് പരിമിതമായ അംഗങ്ങൾ ചേർന്ന് ആരംഭിച്ച ഒരു പ്രാർത്ഥനയോഗം ഇന്ന് മലങ്കര സഭയിലെ പ്രധാനപ്പെട്ട ഇടവകളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. 1975 ഒരു കൂട്ടം സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രവാസികൾ ആരംഭിച്ച ആരാധനയുടെ ഇന്നത്തെ രൂപമാണ് സലാല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക. 1992 അന്നത്തെ മലങ്കര കതോലിക്കയായിരുന്ന മോറോന്മാർ ബെസോലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ വിശുദ്ധ മോറോൻ കൂദാശ ചെയ്യപ്പെട്ട ആ ദേവാലയം കാലങ്ങൾക്ക് ശേഷം പല പ്രാവശ്യം നവീകരിക്കപ്പെടുകയുണ്ടായി. ഇന്ന് കാണുന്ന പുനർനിർമ്മിച്ച ദേവാലയത്തിൻ്റെ കൂദാശ 2020 ജനുവരി മാസം 9-10 തീയതികളിലായി അഭിവന്യ മെത്രാപ്പോലിത്തമാർ നിർവഹിക്കുകയുണ്ടായി. 1975 മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഇടവകയുടെ ചരിത്രം നിരവധി വിശ്വാസികളുടെ നിസ്സീമമായ പ്രവർത്തനങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഫലമാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ എത്തിയ ഓർത്തഡോക്സ് വിശ്വാസികളായ മലയാളികൾ ഒത്തുചേർന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ബാങ്ക് ഓഫീസറായിരുന്ന ശ്രീ ജോൺ തോമസിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തി വന്നു. അവരുടെ പ്രാർത്ഥനയാൽ 1975 ഓഗസ്റ്റ് മാസത്തിൽ മസ്കറ്റ് ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട CM ഫിലിപ്പോസ് അച്ഛൻ വന്ന ആദ്യ കുർബാന അർപ്പിച്ചു. എങ്കിലും വിശ്വാസികളുടെ ആത്മീയമായ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റുക വളരെ പ്രയാസകരമായിരുന്നു. 2-3 മാസം കൂടി വരുമ്പോഴാണ് മസ്കറ്റ് ഇടവകയിൽ നിന്ന് വൈദികർ എത്തി വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത്. എന്നാൽ ഇടവകയുടെ ചരിത്രത്തിൽ ഒരു സുവർണ മുഹൂർത്തമായിരുന്നു കണ്ടനാട് ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ സന്ദർശനം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഹിസ് മജസ്റ്റി സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായി ഒരു ആരാധനാ കേന്ദ്രം അനുവദിച്ചു കിട്ടുവാൻ സഹായിച്ചു. രാജാവ് അനുവദിച്ചു തന്ന സ്ഥലത്ത് സലാലയിലെ പ്രമുഖ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ സെൻറ്റർ പണിതുയർത്തി. അങ്ങനെ 1981 മുതൽ സ്ഥിരമായി ആരാധന സൗകര്യം ലഭിച്ചു. തുടർന്ന് കൽക്കട്ട മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ സ്തേഫാനോസ് മാർ തേവദിയോസ് തിരുമേനിയുടെ ബഹുമാനപ്പെട്ട PI ജോണച്ചനെ ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിച്ചു. ക്രിസ്ത്യൻ സെന്ററിലെ ആരാധന സൗകര്യം ആശ്വാസം നൽകുന്നതായിരുന്നെങ്കിലും സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പരിമിതമായ സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ അനുഷ്ഠിച്ച എല്ലാ വൈദികരെയും ഈ സമയം ഓർക്കുന്നു. അതോടൊപ്പം വാങ്ങിപ്പോയ ബഹുമാനപ്പെട്ട മുൻ വികാരിമാരെയും ഇടവകയിലെ അംഗങ്ങളായിരുന്നവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. 1987 നമുക്ക് കിട്ടിയ സ്ഥലത്ത് അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട PO ജേക്കപ്പച്ചൻ്റെ സേവനകാലത്ത് പൂർത്തിയാക്കിയ പാഴ്സനേജിൻ്റെ കൂദാശ ചെങ്ങന്നൂർ ഭദ്രാസ അധിപൻ അഭിവന്യ തോമസ് മാർ അത്താനിയോസ് തിരുമേനി നിർവഹിച്ചു. ഹാളിൽ താൽക്കാലികമായി ഒരുക്കിയ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു വന്നു. തുടർന്ന് 1990 ബഹുമാനപ്പെട്ട CG പൗലോസ് അച്ഛൻ ഒരു പ്രെയർ ഹാൾ പണിയാൻ നേതൃത്വം നൽകി. അതിൽ ഇടവകയിലെ സൺഡേ സ്കൂൾ ആരംഭിച്ചു. ഈ പ്രെയർ ഹാളാണ് ബഹുമാനപ്പെട്ട എബ്രഹാം PO ജോ അച്ഛൻ്റെ സേവന കാലഘട്ടത്തിൽ ദേവാലയമായി രൂപാന്തരപ്പെടുത്തി കൂദാശ നിർവഹിച്ചത്. ഇടവക സാമ്പത്തികമായും ആത്മീയമായും നാൾക്കുനാൾ വളർന്നുകൊണ്ടിരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ
ഒരു ജനക്കൂട്ടമായി സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക മാറുകയായിരുന്നു. 2003 വികാരിയായി സേവനം അനുഷ്ഠിച്ച KM വർഗീസ് അച്ഛൻ്റെ ശുശ്രൂഷ കാലത്ത് ദേവാലയം കൂടുതൽ ഭംഗിയാക്കുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. 2007 വികാരിയായി സേവനം ആരംഭിച്ച ബഹുമാനപ്പെട്ട സാജു പാടാച്ചിറ അച്ഛൻ്റെ ശുശ്രൂഷ കാലത്താണ് മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സുവിശേഷിപ്പ് ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത്. മലങ്കര സഭയിലെ എല്ലാ സീനിയർ മെത്രോപ്പൊലീത്തന്മാരും നമ്മുടെ ഇടവക വിവിധ കാലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ സ്തേഫാനോസ് മാർ തേവദിയോസ് തിരുമേനിയുടെ ആത്മീയ സേവനങ്ങൾ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. പ്രവാസികളുടെ ഇടയനെന്ന് വിശേഷിക്കപ്പെടുന്ന അഭിവന്യ തിരുമേനിയുടെ വിയോഗം സഭയ്ക്ക് മാത്രമല്ല നമ്മുടെ ഇടവകയ്ക്കും ഒരു തീരാ നഷ്ടമാണ്. ആ പിതാവിൻ്റെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു, ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇടവകങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്താൽ ഇടവക നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. അവയ്ക്കെല്ലാം നേതൃത്വം നൽകിയ വൈദികരെയും ഇടവക ജനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. 2003 വികാരിയായ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയ ബഹുമാനപ്പെട്ട ഐസക് തോമസ് അച്ഛൻ്റെ കാലത്താണ് ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി ആലോചന തുടങ്ങിയത്. വിവിധ മാർഗങ്ങളിലൂടെ അതിനുവേണ്ട ധനസമാഹരണം തുടങ്ങി വെച്ചു. ഇടവക ഒന്നടങ്കം ഉത്സാഹത്തോടെ ഏറ്റെടുത്ത ആ പ്രവർത്തനങ്ങളിൽ തുടർന്ന് വികാരിയായി ശുശ്രൂഷ അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ജോസ് ചെമ്മൺ അച്ഛൻ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവന നൽകി പുനർനിർമ്മാണ ഫണ്ട് സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. നിലവിലുള്ള ചെറിയ ദേവാലയം നിൽക്കുന്ന സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള ദേവാലയം പണിയണമെന്ന് ഇടവകയിലെ സീനിയർ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഒരു വികാരിയായി അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് 2019 മെയ് മാസം 24-ാം തീയതി ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ ഡോക്ടർമാർ യൂലിയോസ് തിരുമേനിയുടെ ശിലാസ്ഥാപനം നടത്തുകയും ഇടവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മാണം ആരംഭിച്ച് അഭിമന്യ പിതാക്കന്മാർ കൂദാശ ചെയ്യപ്പെട്ട് ഇന്ന് നാം കാണുന്ന ദേവാലയം. ഇന്ന് കാണുന്ന ദേവാലയ നിർമ്മിതിക്കായി ഇടവകയിലെ വിശ്വാസികളൊക്കെ സലാലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്മനസ്സുള്ള നിരവധി വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായങ്ങൾ വേണ്ട സമയങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്നത് ചാരിത്രാർത്ഥത്തോടെ ഓർക്കുന്നു. അവർക്ക് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. 2020 ജനുവരി മാസം 9-10 തീയതികൾ കൂദാശ നടത്തിയ നമ്മുടെ ദേവാലയം കോവിഡ് എന്ന മഹാമാരിയിൽ ലോക്ക്ഡൗൺ എല്ലായിടവും പ്രഖ്യാപിച്ചതിനാൽ ഏതാണ്ട് ഒരു വർഷക്കാലം ആരാധനയ്ക്കായി ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നത് ചരിത്ര സത്യമാണ്. എങ്കിലും വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ ആരാധനകൾ മുടങ്ങാതെ നടത്തുകയും ദേവാലയത്തിലെ ആത്മീയ ചൈതന്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്തെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മഹാമാരിയുടെ വിളയാട്ടം കഴിഞ്ഞതോടെ ജനജീവിതം സാധാരണഗതിയിലേക്ക് ആവുകയും ആരാധനാലയങ്ങൾ തുറക്കുകയും ചെയ്തു. ആത്മീയദാഹത്തോടെ ദേവാലയത്തിലേക്ക് വിശ്വാസികൾ കടന്നു വന്നു. പുതിയ വികാരിയായ ചുമതലയേറ്റ ബേസിൽ തോമസ് അച്ഛൻ എങ്കിലും കോവിഡിന്റെ 2ാം തരംഗത്തിൽ ദേവാലയത്തിൽ ആരാധന പരിമിതപ്പെടുത്തി. ഏതാണ്ട് 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോവിഡിന്റെ ഭീതി ഒഴിഞ്ഞതോടെ ദേവാലയം പഴയതുപോലെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ആരാധന കൃത്യമായി നടന്നു. 2022 ഡിസംബർ മാസം 23-ന് ഇടവകയിലേക്ക് മലങ്കര സഭയുടെ പരിശുദ്ധ കത്തോലിക്ക ബാവ മോറോന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ശ്ലൈകിക സന്ദർശനം നടത്തുകയുണ്ടായി. ഇടവക ഉജ്ജ്വലമായ സ്വീകരണം നൽകുകയും പരിശുദ്ധ പിതാവിനെ ഇടവകയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുകയും ചെയ്തു. 2011 മുതൽ നമ്മുടെ ഇടവക അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ ദേവാലയമായി മാറി. ഭദ്രാസന മെത്രാപ്പൊലീത്തയായി നിയമിതനായ അഭിവന്യ ഡോക്ടർമാർ യൂലിയോസ് തിരുമേനിയുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ ഇടവക വളർച്ചയിൽ എത്താൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ സഹായം ഇടവകയ്ക്ക് മറക്കാൻ കഴിയില്ല. ദേവാലയ നിർമ്മിതിയുടെ സമയത്തും ദേവാലയ കൂദാശയിലും എല്ലാം അദ്ദേഹം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും വാക്കുകൾക്ക് അപ്പുറത്താണ്. അഭിവന്യ യൂലിയോസ് തിരുമേനിയോട് ഇടവകയുടെ സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ പുതിയ മെത്രാപ്പൊലീത്തയായി നിയമിതനായ ഡോക്ടർ ഗീവർഗീസ് മാർ തേഫിലോസ് തിരുമേനി നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. അഭിവന്യ തിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദേവാലയത്തിൻ്റെ 50-ാം ആണ്ട് ജൂബിലി വർഷമായി ആഘോഷിക്കണമെന്ന് ഇടവക തീരുമാനിക്കുകയുണ്ടായി. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് നേതൃത്വം കൊടുക്കാനായി ഒരു ജൂബിലി കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. വികാരി അച്ഛൻ ഉൾപ്പെടെ 18 കമ്മിറ്റി അംഗങ്ങൾ ഇതിനായി പ്രവർത്തിച്ചു. ജനറൽ കൺവീനറുമായി ശ്രീ സുനു ജോൺ,
ശ്രീ സുനിൽ ബേബി, ശ്രീ എബ്രഹാം ചാക്കോ, ചാരിറ്റി കൺവീനറായി ശ്രീ ജോർജ് ഡാനിയൽ, ശ്രീ ഷാജി കെ വാഴോട് എന്നിവരെ ജൂബിലി കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുത്തു. തുടർന്ന് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 2024 ജനുവരി മാസം 12-ന് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ തേവലോസ് തിരുമേനി നിറവേറ്റുകയുണ്ടായി. തദ്വസരത്തിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭവനത്തിൻ്റെ മാതൃക പ്രദർശിപ്പിക്കുകയുണ്ടായി. ചാരിറ്റിയായി ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണമെന്ന ഇടവകയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയിലെ കേരളത്തിലുള്ള വീടില്ലാത്ത ഒരു ഓർത്തഡോക്സ് കുടുംബത്തിന് ഒരു ഭവനം പണിതു കൊടുക്കാമെന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ലഭിക്കാനായി മലങ്കര സഭയിലെ എല്ലാ ഇടവകളിലേക്കും ഈ വിവരം പരസ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 5 അപേക്ഷകളെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുകയും അതിൽ ഏറ്റവും അർഹതയുള്ള ഒരു കുടുംബത്തിനെ കണ്ടെത്തുകയും ചെയ്തു. പത്തനാപുരത്തിനടുത്ത് മഞ്ഞക്കാല മാർ ഷെമോൻ ദസ്തിനി ഓർത്തഡോക്സ് ഇടവാംഗമായ ശ്രീമതി സുജാ മോൾക്ക് ഭവനം നൽകാൻ ജൂബിലി കമ്മിറ്റി തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ജൂബിലി കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. വികാരിയായിരുന്ന ബേസിൽ തോമസ് അച്ഛൻ്റെ സേവന കാലാവധി പൂർത്തിയായതിനാൽ അച്ഛൻ ട്രാൻസ്ഫറായി. ബഹുമാനപ്പെട്ട ബേസിൽ തോമസ് അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കും സഹായങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. തുടർന്ന് വികാരിയെ ചുമതലയേറ്റ ബഹുമാനപ്പെട്ട PO മത്തായി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് ജൂബിലി അംഗങ്ങളുടെ പരിശ്രമ ഫലമായി ഭവന നിർമ്മാണത്തിനായി ശ്രീ മാത്യു ജോർജ് കോൺട്രാക്ടർ MGM ബിൽഡേഴ്സ് സ്കൂളിനെ കണ്ടെത്തി. ഭവനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം 2024 ജൂൺ മാസം 23-ന് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർമാർ തിയോഫിലോസ് തിരുമേനി നിർവഹിച്ചു. ഗോൾഡൻ ജൂബിലി കൺവീനർമാരെ കൂടാതെ ഇടവക അംഗങ്ങളും മുൻ അംഗങ്ങളും ശിലാസ്ഥാപന കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു. ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും തന്മനസാൽ ഭവന നിർമ്മാണത്തിനുള്ള പണം ലഭിക്കുകയുണ്ടായി. ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. ജൂബിലി കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഇടവകയിലെ യുവജന പ്രസ്ഥാനം 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ആ ഭവനത്തിന് നൽകുകയുണ്ടായി. അതുപോലെ ഇടവകയിലെ മർത്തമറിയ സമാജം പ്രസ്തുത ഭവനത്തിന് കർട്ടനുകളും കിച്ചൺ കബോർഡും നൽകുകയുണ്ടായി. യുവജന പ്രസ്ഥാന അംഗങ്ങളെയും മർത്തമറിയ സമാജ അംഗങ്ങളെയും ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പൂർത്തിയാക്കിയ ഭവനത്തിൻ്റെ കൂദാശ താക്കോൽദാനവും 2024 ഒക്ടോബർ മാസം 13-ാം തീയതി ഞായറാഴ്ച ഇടവ വികാരി ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ്റെ കാർമ്മികത്തിൽ ഭംഗിയായി നിർവഹിച്ചു. തദ്വസരത്തിൽ മഞ്ഞക്കാല മാർ ഷെമോൻ ദസ്തിനി ഇടവ വികാരി ഫാദർ യൂഹാനാൻ ബാവുൻ സഹകാർമ്മികനായിരുന്നു. കനക ജൂബിലി ജനറൽ കൺവീനർ ശ്രീ സുനു ജോണിനോടൊപ്പം ഇടവകയിലെ അംഗങ്ങളും പങ്കെടുത്തു. വൈദികരോടും പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ചാരിറ്റിയുടെ ഭാഗമായി നമ്മൾ നിർവഹിച്ചു കൊടുത്ത ഭവനം ലഭിച്ച ആ കുടുംബം അവരുടെ കൃതജ്ഞതയും സ്നേഹവും പ്രത്യേകമായി ഓരോ ഇടവാംഗത്തെയും അറിയിക്കുന്നു. ഇടവകയുടെ കനക ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. ദൈവകൃപയാൽ ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയോട് ഇടവ കാണിച്ചതായ എല്ലാ പിന്തുണകൾക്കും സഹായങ്ങൾക്കും ബഹുമാനപ്പെട്ട ഇടവ വികാരിയോടും മുൻ വികാരി ബഹുമാനപ്പെട്ട ബേസിൽ തോമസ് അച്ഛനോടും ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ആധ്യാത്മിക സംഘടനകളോടും ഭദ്രാസന മെത്രാപ്പോലിത്തയോടുള്ള നന്ദിയും പ്രാർത്ഥനയും ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വാങ്ങിപ്പോയ മുൻ വികാരിമാരെയും ഇടവാംഗങ്ങളെയും വാങ്ങിപ്പോയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുന്തിരിക്ക മരത്തിൽ ഓരോ വസന്തത്തിലും ഇനിയും പൂക്കൾ വിരിയും. പ്രഭാതവും പ്രദോഷവും പതിപോലെ വന്നു പോകും. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ വളർച്ചയും പ്രവർത്തനങ്ങളും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇടവകയുടെ ഈ ചരിത്രക്കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി ശ്രീ ബിനു. അടുത്തത് ആശംസാ പ്രസംഗം നടത്താനായി സലാല മർത്തോമ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഈപ്പൻ ചെറിയാനച്ചനെ ആദരവോട് ക്ഷണിക്കുന്നു. ഫെലിസിറ്റേഷൻ സ്പീച്ച് ബൈ റവറൻഡ് ഈപ്പൻ ചെറിയാൻ, വികാർ മാർത്തോമ ചർച്ച് സലാല. ലോക പ്രശ്നങ്ങളെ വളരെ സീരിയസായി അവതരിപ്പിച്ചതിന് ശേഷം ടിൻറ്റുമോൻ്റെ കഥയിലൂടെ നമ്മളുടെ ഹൃദയം കവർന്ന യുവർ ഗ്രേസ് സെവേറിയസ് തിരുമേനി, ബഹുമാനപ്പെട്ട PO മത്തായി അച്ഛൻ, ക്രിസ്ത്യൻ സെൻറ്ററിൻ്റെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, നമ്മുടെ പ്രിയപ്പെട്ട ദിനേഷ് അച്ഛൻ, ഈ ഇടവകയുടെ നേതാക്കന്മാരെ,
പ്രിയ ദൈവജനമേ, ഈ ഇടവകയിൽ വന്ന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ അടിയനും ദൈവം ചൊരിഞ്ഞു തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ക്യാമ്പസിൽ വന്ന് താമസമാക്കിയ എൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ കണ്ട ഒരു പേര്, ഒരു ദേവാലയം, സെൻറ്റ് സ്റ്റീഫൻസ്, സ്തേഫാനോസ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, തൻ്റെ ജീവനെ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി, കല്ലെറിയപ്പെട്ട ഒരു വ്യക്തി, ക്രിസ്തീയ സാക്ഷിയായി നമുക്ക് മാതൃകയായിരിക്കുന്ന സ്റ്റീഫൻ. അതെ, ഈ ദേവാലയം 50 വർഷം പൂർത്തിയാക്കുന്നു. ഒരു ഇടവക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? ഗ്രോയിങ് ടുഗദർ ഇൻ ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയിൽ ഒന്നിച്ച് വളരുക എന്നുള്ളതാണ്. 50 വർഷം ദൈവം നിങ്ങൾക്കത് സാധിച്ചത് എത്ര ഭാഗ്യകരമാണ്. തിരിഞ്ഞു നോക്കാനുള്ള അവസരം, പുതിയ തീരുമാനമെടുക്കാനുള്ള അവസരം. ടിൻറ്റുമോൻ്റെ കഥയിലൂടെ ബഹുമാനപ്പെട്ട അഭിനന്ദ തിരുമേനി നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. അതെ, ജീവിതത്തെ ശരിയാക്കി കൃത്യമായി മുമ്പോട്ട് പോകുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം കരയേറ്റാം. പുതിയ തീരുമാനത്തോടുകൂടി ദൈവം മുമ്പോട്ട് പോകുവാനുള്ള കൃപ തരുവാനായി പ്രാർത്ഥിക്കാം. ചരിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. കഷ്ടപ്പെട്ട എത്രയോ പേർ അവരുടെ പാത പിന്തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. സലാല മാർത്തോമ ഇടവകയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കും. അച്ഛൻ്റെ ആശംസകൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി. നെക്സ്റ്റ് ഐ റിക്വസ്റ്റ് ടു റെവറൻഡ് പനീറസ് വില്യംസ്, Chairman, Salala Christian Center and Pastor, Protestant Church of Oman, to do the felicitation speech. Respected Honorable Bishop, Father P.O. Matai, Reverend Epan Cherian, Achan Reverend Augustine Mall, Mr. Sunu John and all the other committee members, Reverend Dinesh Babu, for each one. And I'm standing here with a deep sense of gratitude this afternoon for this privilege that is given to us to be part of your Golden Jubilee celebrations. On behalf of Protestant Church in Oman, Salala, it is my privilege to congratulate Father Matai and the entire congregation on this glorious occasion of Golden Jubilee celebration. And I'm sure, as all of us know, Orthodox Church has a rich legacy, and it has been a great witness, not only in India, but all over a period of time. And I'm sure you and I will agree, for this world, hurting world, the church is the only hope. We may be calling ourselves in different denominations, but I'm sure you and I will agree that the church is one under the Lord Jesus Christ. And particularly as you celebrate this Golden Jubilee, I think of your patron saints, Stephen. The church is so beautiful. It has been standing as a witness here in Salala for 50 years. And from the time I came, I worked with Father Basil Thomas and Mr. Sunu John and others. It's been my privilege. But God has given you an opportunity to rededicate your life to live like Stephen. He kind of exemplified like Jesus Christ. You and I read in the book of Acts, how he lived, how he impacted the lives of people, a godly life, an exemplary Christian life. And this is what I wish and pray for each one of you, as you have Stephen as your patron saints. May the Lord bless each one of you with that kind of a godliness, so that
St. Stephen's Orthodox Syrian Church will stand as a towering testimony in the city of Salalah and be a blessing to the Christian community and also to the non-Christian community. I commend Father Mathai and all of you into your hands and pray for God's continued blessings to rest upon you and God's favors to surround you. God bless you. Thank you, Father. Your words and blessings and prayers also. We will follow. We will do that. Thank you. Thank you very much. ആശംസാ പ്രസംഗം നടത്താനായി CSI മലയാളം ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ദിനേശ് ബാബു അച്ഛനെ ക്ഷണിക്കുന്നു. ഫെലിസിറ്റേഷൻ സ്പീച്ച് ബൈ റവൻ ദിനേശ് ബാബു, വികാർ, CSI മലയാളം ചർച്ച്, സലാല. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ഇടവകയുടെ അധ്യക്ഷനും വികാരിയുമായിരിക്കുന്ന പിയോ മത്തായച്ചൻ, ഈ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിലും ഈ പ്രത്യേക പ്രോഗ്രാമിൻ്റെ വിശിഷ്ട അതിഥി, അതുപോലെ ഈ ദേവാലയത്തിൻ്റെ പെരുന്നാളും അതിനെ ഏറ്റവും മോടിയായി ഏറ്റവും ഭംഗിയാക്കുവാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അഭിമന്യ ഇടുക്കി ഭദ്രാസന അധിപൻ, അഭിമന്യ ബിഷപ്പ്, ക്രിസ്ത്യൻ സെൻ്ററിൻ്റെ ചെയർമാനായിരിക്കുന്ന റവറൻ വില്യം എസ് പനീറച്ചൻ, പാകിസ്ഥാൻ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വൈസ് പ്രസിഡന്റ്, ക്രിസ്ത്യൻ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന അഗസ്റ്റിൻ മാളച്ചൻ, ഈ ഇടവകയുടെ ചുമതല വഹിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, ഈ ഗോൾഡൻ ജൂബിലിയുടെ ചുമതല വഹിക്കുന്ന ഏവരുമേ, പ്രത്യേകാൽ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന മിസ്റ്റർ ബിജു, പ്രിയമുള്ള ഇടവക അംഗങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഈ ഒരു ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമാകുവാൻ എനിക്കും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സെൻറ്റ് പോൾ CSI സലാല ഇടവകയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ദൈവത്തിൻ്റെ അനന്തമായ കൃപ ഈ സലാലയുടെ മണ്ണിൽ ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തിന് ദൈവം പകർന്നതോർത്ത് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനവും സ്നേഹമുള്ള മിസ്റ്റർ ബിജു, ഈ സഭയുടെ ഒരു ചരിത്രം, അദ്ദേഹം എല്ലാ പേരുകളും അനുഭവങ്ങളും വികാരഭരിതനായി ഈ സഭയോടുള്ള കൂറും സ്നേഹവും വ്യക്തമാക്കുന്ന ഗാംഭീര്യമേറിയ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ സഭയെ വഴി നടത്തിയവരും അവരുടെ കഠിനമായ പ്രയത്നവും പ്രാർത്ഥനാ ജീവിതവും ഇവിടെ ഒരു സഭ നിലനിർത്തുന്നതിന് വേണ്ടിയ എത്രമാത്രം ത്യാഗം അനുഭവിച്ചു, എത്രമാത്രം അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു എന്നത് ഇന്ന് ഒരു പക്ഷേ നമുക്കത് ഓർമ്മയാകാം. അനുഭവമുള്ളവർക്ക് അത് പറയാതിരിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ് ഇതിൻ്റെ ഭാഗമാകുവാൻ. ഈ സലാലയുടെ മണ്ണിൽ ജോലിയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിക്കുമ്പോൾ ഈ 50-ാം വർഷം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ ഒരാളായി ഇവിടെ വന്ന് ഒരാശംസ നേരുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ദൈവം മാനിക്കട്ടെ. എനിക്കിവിടെ കേൾക്കാനായിട്ട് സാധിച്ചു വികാരി അച്ഛൻ്റെ ഏറ്റവും പ്രൗഢമായ വളരെ മനോഹരമായ പ്രസംഗം. അതിൽ അച്ഛൻ്റെ എളിമയും ഈ ഇടവക ജനങ്ങളോടുള്ള താല്പര്യവും സ്നേഹവും, എത്രമാത്രം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ സ്വഭാവമൊക്കെ ദൈവം മാനിക്കട്ടെ. അച്ഛൻ്റെ പ്രവർത്തനം ഇനിയും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ ചില വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിച്ച വാക്കുകളാണ്. ഇവിടെ ആരും പട്ടിണിക്കാരുമില്ല. ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ എല്ലാം കൊണ്ടും സമ്പന്നരാണ്. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തോടാണ് ഏറ്റവും നന്ദി പറയേണ്ടത്. അതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. അത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അഭിവന്യ തിരുമേനിയുടെ അരികിലിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത കാര്യം അത് പറയാതെ പോകുന്നത് ശരിയല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കും അഭിമാനത്തോടുകൂടെ അഭിവന്യ തിരുമേനിയുടെ അടുക്കലിരിക്കുമ്പോൾ എൻ്റെ സഭയിലെ മെമ്പറായിരിക്കുന്ന ഉമ്മച്ചൻ നീനയുടെ ഫസ്റ്റ് കസിനാണ് അഭിവന്യ ബിഷപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനും ഉമ്മച്ചനും ആ കുടുംബവുമായി വളരെ സ്നേഹബന്ധത്തിൽ. അതുകൊണ്ട് അഭിവന്യ ബിഷപ്പിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞുള്ള അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തിരുമേനി പറഞ്ഞപ്പോൾ സീരിയസ് അല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഓർത്തുപോയി ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ. അഭിവന്യ ബിഷപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പാർസനേജിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന് കയറിയ സമയത്ത് ഞാൻ വല്ലാതെ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം ആ പാർസനേജിൽ വന്ന് പ്രാർത്ഥിച്ചത് ഏറിയ ഐശ്വര്യവും സന്തോഷവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഒരു അറിയിപ്പുമില്ലാതെ വളരെ ഒരു സൗമ്യനായ ഒരു മനുഷ്യനായ ഒരു പച്ചയായ മനുഷ്യത്വമുള്ള ഒരു തിരുമേനിയെ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ കൈമുത്താനായി നോക്കിയപ്പോൾ മോതിരം കണ്ടില്ല കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയപ്പോൾ അഭിവന്യ ബിഷപ്പ് മോതിരം ധരിക്കാതിരുന്നതാണ്. ഞാൻ ഇവിടെ വന്നും കൈമുത്തിയ സമയത്ത് അധികാരത്തിൻ്റെ ചിഹ്നമായ മോതിരം കാണാതിരുന്നപ്പോൾ ഞാൻ അഭിവന്യ ബിഷപ്പിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ബിഷപ്പേ, കയ്യിൽ അധികാരത്തിൻ്റെ ചിഹ്നമില്ലല്ലോ? പക്ഷെ ഞാൻ ഒന്ന് കണ്ടു, അത് പറയാനാ. ആ കയ്യിലെ തഴമ്പ് ഞാൻ കണ്ടു. ആ തഴമ്പെന്ന് പറയുന്നത് ഭദ്രാസന അധിപൻ എന്ന നിലയിൽ നമ്മൾ ഓർക്കണം. എനിക്ക് തോന്നുന്നത് ഓർത്തഡോക്സ് സഭയിലെ ഇന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ബിഷപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ അഭിവന്യ ബിഷപ്പിൻ്റെ സാന്നിധ്യമാണ് ഈ സമാപന സമ്മേളനം ഏറ്റവും പ്രൗഢഗംഭീരമായതെന്നതിൽ യാതൊരു സംശയം വേണ്ട. കാരണം സെൻറ്റ് സ്റ്റീഫൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. സ്റ്റീഫൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വിശുദ്ധനായ സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും സഭാമക്കൾക്ക് എന്നും അനുഗ്രഹമായിട്ടുണ്ട്. അന്നത്തെ മാർട്ടിയർ എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പ്രായം കൊണ്ട് ചെറുപ്പം, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ബിഷപ്പ്. അപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും ചെറുപ്രായത്തിലൊരു ബിഷപ്പ് ആകുക എന്ത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ കയ്യിലെ തഴമ്പ് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. സാധാരണയായി ഈ കരോട്ട പഠിക്കുന്നവരുടെ കയ്യിലാണ് ഈ തഴമ്പ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അഭിവന്യ ബിഷപ്പ്, ഭടന്മാരാണ് വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ വീരനായി നിന്നുകൊണ്ട് ഈ സഭയെ നയിക്കുവാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇടുക്കി ഭദ്രാസനത്തെ മാത്രമല്ല ഓർത്തഡോക്സ് സഭയുടെ അഭിമാനമായി ഇന്ന് നിലകൊള്ളുവാൻ വളരെ എളിമയുടെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഓർത്തഡോക്സ് സഭ ഒരു ചാരിറ്റബിൾ വർക്ക് എന്ന നിലയിൽ ഒരു ഭവനം വെച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള നിരവധി പാവങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ദൈവം പല നന്മകളും ഐശ്വര്യവും തരുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നിരവധി പാവങ്ങളായിട്ടുള്ള, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത നിരവധി കുഞ്ഞുങ്ങളുണ്ട്. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിച്ചു വിടാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. നമ്മെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഈ ഗോൾഡൻ ജൂബിലി സമാപനത്തിൽ നിങ്ങളുടെ മനസ്സുകളിൽ പതിയട്ടെ. ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ ഇനിയും വർഷങ്ങളോളം സലാല എന്ന് പറയുന്ന പ്രദേശത്ത് ഓർത്തഡോക്സ് സഭ
ഐശ്വര്യമുള്ളതായി നിലകൊള്ളട്ടെ. സമാധാന വാഹകരായി, സ്നേഹത്തിൻ്റെ ജാലകങ്ങളായി അനവധി ആളുകൾക്ക് പ്രയോജനകരമാകുവാൻ ഓർത്തഡോക്സ് സഭയെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധമായ അഭിമാനത്തോട് നിങ്ങൾക്ക് തല ഉയർത്തി ഈ സലാലയുടെ മണ്ണിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടും ദൈവ അനുഗ്രഹത്തോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കമ്മിറ്റി അംഗങ്ങളെ എല്ലാം സന്തോഷത്തോടു കൂടെ ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ കാത്തലിക് ചർച്ചിലെ ആദരണീയനായ ജോൺസൺ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവയുടെ പേരുകൾ. നന്ദി അച്ഛ. CSI ഇടവകയുടെ അതുപോലെ അച്ഛൻ്റെയും മനോഹരമായ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. വീണ്ടും വീണ്ടും. നെക്സ്റ്റ് ഐ റിക്വസ്റ്റ് റെവറൻ അഗസ്റ്റിൻ മാൾ, വൈസ് പ്രസിഡന്റ് Salala Christian Center and Vicar St. Mark's Church of Pakistan to do the felicitation speech. Father, please. Glory to God in the highest. Respected Tirmani and Honorable Reverend Father Matai, Vicar of St. Stephen's Orthodox Church, Salala, our beloved Chairman, Reverend Panidas Williams, Father Johnson from Roman Catholic Church, Reverend Dinesh Babu, Vicar of St. Paul's CSI Church, and Orthodox Church leadership, especially, namely, I would like to mention Mr. Sonu John. If I'm not wrong, he is a trustee. Here, the church leadership, the secretary, and my dear brothers and sisters, greeting to one and all in the matchless name of our Lord and Savior, Jesus Christ. It's my privilege to say a few words on this blessed and glorious occasion, the Golden Jubilee of St. Stephen's Orthodox Church, Salala. Celebrations always brings joy and blessings, and at the same time we remember the faithfulness of our God Almighty. Our Lord Jesus said, I'll build my church and the gates of the Hades will not overcome it. So church is a divine reality. And this afternoon, as we remember Lord's divine promise for the church, it still stands. Glory to God for St. Stephen's Orthodox Syrian Church, Salala. I would like to extend my congratulations to the church and to the vicar and to the church leadership on this glorious occasion. By the grace of God Almighty, I am here in this center for last 32 years. Whenever I see the signboard of the church, St. Stephen, Orthodox Syrian Church. So I'm always inspired with the signboard which reflects and which reminds each one of us, not only this afternoon, but always, that the first martyr of the early church and the first martyr of the church even, the Saint Stephen, how he followed his master, it's inspiration for each one of us. He is even role model today. As we are celebrating this Golden Jubilee, he is a role model for each one of us. So my joy and pleasure
to extend the congratulations to all of you on this Golden Jubilee celebration and occasion. God bless you all. Thank you. Thank you, Father, your appreciation as well as your prayers and good words also. Thank you very much. അടുത്തത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കാത്തലിക് ചർച്ച് വികാരി ബഹുമാനപ്പെട്ട ജോൺസൺ ജോസഫ് അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫെലിസിറ്റേഷൻ സ്പീച്ച് ബൈ ഫാദർ ജോൺസൺ ജോസഫ് വികാർ, സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കാത്തലിക് ചർച്ച്, സലാല. Your Excellency, dear and Reverend Bishop, Reverend Father Mathai, beloved members of St. Stephen's Orthodox Church, and all esteemed guests. Greetings of peace and joy in the Lord. As we gather to celebrate the glorious conclusion of the Golden Jubilee of St. Stephen's Orthodox Church, Salala, and to honor your patron, St. Stephen, with a grand celebration of the feast, we give thanks to God for his abundant blessings and guidance over the past 50 years. This Jubilee is a testament of the steadfast faith, devotion, and community spirit that have flourished within this church. It reflects the joy of grace and growth that has been marked by prayer, service, and love for one another. Your church stands as a beacon of hope and a source of inspiration, nurturing the faithful and spreading the light of Christ in the Sultanate of Oman. The life of your patron, St. Stephen, the first martyr of the church, is a great example of unwavering faith and courage. His witness reminds us to stand firm in our faith, to serve and pray for others with humility and compassion, even in the face of challenges. May his intercession continue to guide and strengthen the faithful as you move forward with renewed zeal and purpose. As you bring this Jubilee year to a close, may it also serve as a new beginning, a time to embrace the future with hope, unity, and deepened commitment to the mission of Christ. Let this celebration be a moment to reflect on your spiritual heritage, to rejoice in God's blessings, and to renew your dedication to live out the message of gospel. May Almighty God bless St. Stephen's Orthodox Church and its members abundantly, and may the light of Christ shine ever brighter through your witness. Congratulations to all of you on this milestone, and may St. Stephen pray for us all. With warm regards, blessings, and love from St. Francis Xavier Catholic Church, Salala. Wish you once again happy Jubilee and abundant blessings of God. Thank you very much.